ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ USS. സോ USSൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ടുവേർഡ്സ് അണ്ടർഫോൾഡ് ഈൽഡ് അല്ലെങ്കിൽ വിളയിക്കാൻ 100 മീനി എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ നെയിം വരുന്നത്. സോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടാവും. നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രത്യുൽപാദനത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഹൈബ്രിഡൈസേഷൻ അല്ലെ, വർഗ്ഗസങ്കരണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. വർഗ്ഗസങ്കരണം ചെയ്തുണ്ടാക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റി അല്ലെ, വർഗ്ഗ ഇനങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിലെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോകാം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് USSന് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ്. സോ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിന്റെ ഒപ്പം തന്നെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത് വിച്ച് ഗ്രൂപ്പ് ഇൻഡിക്കേറ്റഡ് ദ ഹൈബ്രിഡൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് പാഡി, അതായത് താഴെ പറയുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങളുടെ കൂട്ടം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സങ്കര ഇനങ്ങൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റീസ് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. സോ നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓരോ പ്ലാന്റ്സിന്റെയും ഹൈബ്രിഡ് സീഡ്സിന്റെ പേര് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. സോ ചില്ലി എന്ന് പറഞ്ഞാൽ മുളകാണ് അല്ലെ. മുളകിന്റെ വെറൈറ്റി ആണ് ഉജ്ജ്വല ജ്വാലാമുഖി എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഉജ്ജ്വല ജ്വാലാമുഖി എന്നൊക്കെ പറയുന്നത് മുളകിന്റെ വെറൈറ്റി ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പി അല്ലെ, പയറിന്റെ വെറൈറ്റി ആണ് ജ്യോതിക ഭാഗ്യലക്ഷ്മി എന്നൊക്കെ പറയുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കി വെക്കുക. ദെൻ പാഡി അല്ലെങ്കിൽ നെല്ലിന്റെ വെറൈറ്റി ആണ് പവിത്ര, അന്നപൂർണ, ജ്യോതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ നമുക്ക് വരുന്നത് കോക്കനട്ട് ആണ്. കോക്കനട്ടിന്റെ വെറൈറ്റി ആണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നൊക്കെ പറയുന്നത് എന്താണ്, കോക്കനട്ട്, തെങ്ങിന്റെ വെറൈറ്റി ആണ്, തെങ്ങിന്റെ സങ്കരയിനെയാണ്. ഇനി ലേഡീസ് ഫിംഗർ വെണ്ടയുടെയാണ് സൽകീർത്തി കിരൺ എന്നൊക്കെ പറയുന്നത്. വെണ്ടയാണ് സൽകീർത്തി കിരൺ എന്ന് പറയുന്നത്. ഇനി വഴുതനങ്ങയുടെയാണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ അഡീഷണലി എന്ത് ചെയ്യാം, അങ്ങനെ കുറച്ചുകൂടി അഡീഷണലി ആയിട്ടും കൂടി എന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ടൊമാറ്റോ അല്ലെങ്കിൽ തക്കാളിയുടെ വെറൈറ്റി ആണ് മുക്തി, അനഘ, അക്ഷയ എന്നൊക്കെ പറയുന്നത്. ഇനി ബിറ്റർ ഗാർഡ് അല്ലെങ്കിൽ നമ്മുടെ പാവൽ അല്ലെ, പാവലിന്റെ വെറൈറ്റി ആണ് പ്രിയങ്ക എന്ന് പറയുന്നത്. സോ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ നോക്കുന്ന സമയത്ത് ജ്യോതിക, ഭാഗ്യലക്ഷ്മി, അതുപോലെ തന്നെ മാലിക എന്നൊക്കെ പറയുന്ന വെറൈറ്റി ഉണ്ട് കേട്ടോ. അതെന്ത് ചെയ്യാ, നിങ്ങൾ ലോല എന്നൊക്കെ പറയുന്ന വെറൈറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഏതാണ് ഹൈബ്രിഡ് വെറൈറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സങ്കര ഇനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് പാഡിയുടെ ആണ് കണ്ടുപിടിക്കാനുള്ളത്. പാഡിയുടെ നമ്മൾ കണ്ടുപിടിക്കാൻ ഈസിയാണ്. പാഡി അല്ലെങ്കിൽ നെല്ലിന്റെ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. നെല്ലിനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. സോ നെല്ലിനങ്ങൾ ഏതായിരിക്കും ഇതില്, നമ്മൾ ആ ഒരു ടേബിൾ വെച്ചിട്ട് നമുക്ക് ഈസിലി പറയാൻ പറ്റും. നെല്ലിന്റെ ഇനങ്ങൾ ഏതൊക്കെയാ, നെല്ലിന്റെ ഇനങ്ങൾ പവിത്ര, അന്നപൂർണ എന്നൊക്കെ പറയുന്നതാണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും പവിത്ര, അന്നപൂർണ, ജ്യോതി എന്ന് പറയുന്ന ഈ വെറൈറ്റി ആയിരിക്കും, അല്ലെങ്കിൽ അന്നപൂർണ, പവിത്ര, ജ്യോതി എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. ഇനി ഉജ്ജ്വല ജ്വാലാമുഖി അനുഗ്രഹ, ഉജ്ജ്വല ജ്വാലാമുഖി അനുഗ്രഹ എന്നൊക്കെ പറയുന്നത് ചില്ലി അല്ലെങ്കിൽ മുളകിന്റെ വെറൈറ്റി ആണ്, നമുക്കറിയാം. ജ്യോതിക ഭാഗ്യലക്ഷ്മി മാലിക, ജ്യോതിക ഭാഗ്യലക്ഷ്മി മാലിക എന്നൊക്കെ പറയുന്നത് പയറിന്റെ വെറൈറ്റി ആണ്. സൽകീർത്തി കിരൺ ഇതൊക്കെ എന്താണ്, നമുക്ക് വെണ്ടയുടെ വെറൈറ്റി ആണ്. വെണ്ടയുടെ വെറൈറ്റി ആണ് സൽകീർത്തി കിരൺ എന്നൊക്കെ പറയുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും സൽകീർത്തി കിരൺ ഒക്കെ വെണ്ട അല്ലെ, നമ്മളെ ലേഡീസ് ഫിംഗറിന്റെ വെറൈറ്റി ആയിട്ടാണ് വരുന്നത്. സോ ഇതൊന്നും നമ്മൾ ഓപ്ഷൻ അല്ല, നമുക്ക് ഈസിലി പറയാൻ പറ്റും. സോ ഓപ്ഷൻ എ ആണ് നമ്മളെ ഈ ഒരു ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു പാർട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾ എടുത്തു വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ചില്ലി നമുക്ക് നോക്കണം. ദെൻ പി നമ്മൾ നോക്കണം, പാഡി, കോക്കനട്ട്, ദെൻ കംസ് ദ ലേഡീസ് ഫിംഗർ. ഈ പാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നോക്കണം. ഈ ഒരു 5 എണ്ണമെങ്കിലും നിങ്ങൾ മിനിമം എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇനി നമുക്ക് നോക്കാം, വാട്ട് ഈസ് മിക്സ്ഡ് ഫെർട്ടിലൈസേഷൻ, സമ്മിശ്ര പ്രയോഗം എന്നാൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ മിക്സഡ് അല്ലെ, മിക്സഡ് ആണ്. മിക്സഡ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മിക്സഡ് ഫെർട്ടിലിറ്റി. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ബയോ ഫെർട്ടിലൈസേഴ്സും യൂസ് ചെയ്യണം, അതിന്റെ കൂടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും യൂസ് ചെയ്യണം. ഈ സമ്മിശ്ര വളപ്രയോഗം കൊടുത്താലാണ് നമ്മളുടെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നമുക്ക് വിത്തുൽപാദനം, വിത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ഉൽപാദനങ്ങൾ കാര്യങ്ങളൊക്കെ ഈൽഡ് പ്രോപ്പർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഈൽഡ് പ്രോപ്പർ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ബയോളജിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യണം. അതായത് ജൈവ
വളങ്ങളും യൂസ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽ രാസവളങ്ങളും ഉപയോഗിക്കണം. രാസവളങ്ങൾ കുറവും അതുപോലെ തന്നെ ബയോളജിക്കൽ ഫെർട്ടിലൈസറിന് കൂടുതലായിട്ട് യൂസ് ചെയ്യണം. സോ അതാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ അത്തരത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. യൂസ് ഓൺലി ബയോളജിക്കൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നതല്ല ശരിയായിട്ട് വരുന്നത്. ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കുന്നതല്ല നമ്മുടെ സമ്മിശ്ര വളപ്രയോഗം എന്ന് വിളിക്കുന്നത്. സോ അത് റോങ് ആണ്. ഇനി നമുക്ക് നോക്കാം, ബൈ യൂസിങ് more biological fertilizers and less chemical fertilizer, അതായത് ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സമ്മിശ്ര വളപ്രയോഗം അല്ലെങ്കിൽ മിക്സഡ് ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ മിക്സഡ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഓൺലി യൂസിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അതായത് നമ്മുടെ സോയിലിന് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ രാസവളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ നെല്ലിനങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ സോയിലിൽ നമ്മുടെ മണ്ണിൽ എന്ത് കൃഷി ചെയ്യുകയാണെങ്കിലും അതിന് നമ്മുടെ മണ്ണിന് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമെങ്കിലും അത് മണ്ണിനെ വളരെ ഹാംഫുൾ ആയിട്ടാണ് എഫക്ട് ചെയ്യുന്നത്. അതായത് മണ്ണിനെ ഡിഫിക്കൽട്ട് ആയിട്ടാണ് എഫക്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രാസവളം മാത്രം ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഒരിക്കലും നല്ലതായിട്ടുള്ള ഒരു പ്രയോഗമല്ല, വളപ്രയോഗമല്ല. സോ അത് റോങ് ആണ്. നോ യൂസ് ഓഫ് എനി ഫെർട്ടിലൈസർ, അതായത് ഒരു വളവും ഉപയോഗിക്കാത്ത നമ്മൾ മിക്സഡ് വളപ്രയോഗം അല്ലെങ്കിൽ സമ്മിശ്ര വളപ്രയോഗം മിക്സഡ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കില്ല. സോ അതും റോങ് ആണ്. നമുക്ക് ഈ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. an example of microbial fertilizer, അതായത് ജീവാണുവളത്തിന് ഉദാഹരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ജീവാണുവളം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മൈക്രോബിയൽ ഫെർട്ടിലൈസർ, അതായത് ബയോളജിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബയോളജിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമുക്ക് ബയോളജിക്കലി നമുക്ക് എന്താണ് കൗഡങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ബയോളജിക്കൽ ഫെർട്ടിലൈസർ എന്ന് വിളിക്കുക. ഇനി മൈക്രോബിയൽ ഫെർട്ടിലൈസർ ഉണ്ട്, അതായത് ജീവാണുക്കൾ, അതായത് നമുക്ക് ചില ജീവാണുക്കൾ ഉണ്ട്, നമുക്ക് റൈസോബിയം പോലെ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് പോലെ, റൈസോബിയം അല്ലെങ്കിൽ സ്യൂഡോമോണാസ് പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. റൈസോബിയം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയന്റെ പേരാണ് കേട്ടോ, ഒരു ബാക്ടീരിയത്തിന്റെ പേരാണ്. അതുപോലെ തന്നെ നമുക്ക് സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുമെന്ന് അറിയാം, ഇവർ രണ്ടുപേരും നമ്മുടെ മണ്ണിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, മണ്ണിലുള്ള ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും, അതിനെല്ലാം വിഘടിച്ചിട്ട് അല്ലെങ്കിൽ അതിനെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മളെ മണ്ണിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ സോയിലിലേക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന രണ്ട് ഓർഗാനിസംസ് ആണ് റൈസോബിയം ആൻഡ് സ്യൂഡോമോണാസ് എന്ന് പറയുന്നത്. സോ ഇവരെ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഈ ഒരു ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പൊ റൈസോബിയം സൂഡോമോണാസിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോബിയൽ, അതായത് മൈക്രോബാണ്, ബാക്ടീരിയകളാണ്. ഈ ബാക്ടീരിയകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസിലി പറയാൻ പറ്റും ജീവാണുവളത്തിന് ഉദാഹരണം എന്താണ്, നമ്മളിപ്പോൾ റൈസോബിയത്തിനും സൂഡോമോണാസിനെ കുറിച്ചാണ് പറഞ്ഞത്, രണ്ടും ബാക്ടീരിയകളാണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്ന. സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ. ഇനി NPK വളം അല്ലെങ്കിൽ NPK മിക്സർ എന്ന് പറയുന്നത് ആക്ച്വലി കെമിക്കൽ ഫെർട്ടിലൈസർ ആണ് കേട്ടോ, കെമിക്കൽ ഫെർട്ടിലൈസർ ആണ് അല്ലെങ്കിൽ രാസവളത്തിന് ഉദാഹരണമാണ്. ഇനി കൗഡങ് എന്ന് പറയുന്നതും ചിക്കൻ മാനുവർ അല്ലെങ്കിൽ ചിക്കൻ വേസ്റ്റ് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ചാണകം എന്ന് പറഞ്ഞാലും കോഴിക്കാഷ്ടവും അതുപോലെ തന്നെ ചാണകമൊക്കെ എന്താണ്, ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ്, അതായത് ജൈവ വളങ്ങളാണ് കേട്ടോ, ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ്. സോ ബയോ ഫെർട്ടിലൈസേഴ്സിന്റെ എക്സാമ്പിൾ ആണ് ഈ രണ്ടുപേരും. നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക, ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസിലി പറയാൻ പറ്റും നമ്മുടെ ആൻസർ ഏതായിരിക്കും, നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സാപ്ലിംഗ്സ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് റൂട്ട് സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം, അതായത് സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല, ഭൂഖണ്ഡം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി. അതായത് സസ്യങ്ങളിൽ സാധാരണ അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നമ്മൾ നോർമലി കാണാറുള്ള ഫ്ലവർ ഫ്രൂട്ടായി മാറും, അതിനകത്ത് സീഡ് ഉണ്ടാവും അല്ലെ, അതായത് ഒരു പൂവ് എന്തായിട്ട്, ഒരു പുഷ്പം എന്തായിട്ട് മാറും, ഒരു പൂവ് എന്തായിട്ട് മാറും, ഒരു ഫ്രൂട്ടായിട്ട് മാറും, ഒരു ഫലമായിട്ട് മാറും. ആ ഫലത്തിന്റെ ഉള്ളിൽ നമുക്ക് വിത്തുകൾ കാണാൻ പറ്റും. ആ വിത്തുകൾ പുതുതായിട്ടുള്ള ഒരു ഓർഗാനിസം ആയിട്ട് മാറുകയാണെങ്കിൽ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം എന്നാണ് വിളിക്കുക അല്ലെ, സെക്ഷൽ റീപ്രൊഡക്ഷന്റെ എക്സാമ്പിൾ ആണ്. സോ സീഡ് പ്രൊഡക്ഷൻ ആക്ച്വലി എന്താണ്, നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പം ഇതെല്ലാം അതല്ലാത്ത ഫ്ലവർ അല്ലാത്ത ബാക്കി എല്ലാ ഭാഗങ്ങളെയും നമ്മൾ വെജിറ്റേറ്റീവ് പാർട്സ് അല്ലെങ്കിൽ കായിക ഭാഗങ്ങൾ അല്ലെങ്കിൽ കായികമായിട്ട് പ്രത്യുൽപാദനം നടത്താൻ പറ്റുന്ന ഭാഗങ്ങളായിട്ടാണ് പറയാം. സോ ആ ഒരു ഭാഗങ്ങൾ വെച്ചിട്ട് പ്രത്യുൽപാദനം നടത്തുകയാണെങ്കിൽ
കായിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. സോ കായിക പ്രജനനം അല്ലെങ്കിൽ കായിക പ്രത്യുൽപാദനം എന്ന് വിളിക്കുന്നത് എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. സോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വേര്, റൂട്ട്, അതുപോലെ തന്നെ തണ്ട്, സ്റ്റെം, അതുപോലെ തന്നെ ഭൂകാണ്ഡം, അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ലീഫ്, ഇത് തുടങ്ങിയ ഇങ്ങനെയുള്ള പാർട്സ് വെച്ചിട്ട് പുതുതായിട്ടുള്ള പ്ലാന്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കായിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഓപ്ഷൻ ബി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗ്ഗസങ്കരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ രണ്ട് ക്വാളിറ്റിയിലെ രണ്ട് പ്ലാന്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്തിട്ട് അവർ ത്രൂ നമ്മൾ എന്ത് ചെയ്യുന്നു? ആർട്ടിഫിഷ്യലി പോളിനേഷൻ അല്ലെങ്കിൽ കൃത്രിമ പരാഗണം നടത്തി നമ്മൾ പുതുതായിട്ടുള്ള വിത്തിനെ ഉൽപ്പാദിപ്പിക്കുന്ന മെത്തേഡിനെയാണ്, സെക്ഷൽ റീപ്രൊഡക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? നമ്മൾ വർഗ്ഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കും. ഇനി ലൈംഗിക പ്രത്യുൽപാദനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ, സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു റീപ്രൊഡക്ഷനെയാണ് വി കോൾ ഇറ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് വിളിച്ചു. ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ മുകൾ മുട്ടിക്കൽ എന്താ? നമ്മൾ ഒരു പ്ലാന്റിൽ നിന്ന് മറ്റൊരു പ്ലാന്റിലേക്ക് ഒരു മുകളത്തിനെ അല്ലെങ്കിൽ ഒരു ബഡിനെ അല്ലെ, ഒരു പൂവോ കായോ അല്ലെങ്കിൽ തണ്ടുകളൊക്കെ ആയി ബ്രാഞ്ചസ് ആയിട്ട് ശിഖരങ്ങളൊക്കെ ആയിട്ട് മാറാൻ പറ്റുന്ന ഒരു ബഡ് അല്ലെ, ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ബഡ് എന്ന് വിളിക്കുക. ആ ബഡിനെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ബഡ്ഡിംഗ് എന്ന് വിളിക്കുക. സോ ബഡ്ഡിങ്ങോ ഹൈബ്രിഡൈസേഷനോ ഒന്നല്ല നമ്മളെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പൊ നിങ്ങൾ നോക്കാം, റൂട്ട് പ്രൊപ്പഗേഷൻ, അതായത് നമ്മളെ മധുരക്കിഴങ്ങൊക്കെ റൂട്ട് ഈ ഒരു പാർട്ട് നമ്മൾ കുഴിച്ചിട്ടിട്ട് മണ്ണിൽ കുഴിച്ചിട്ടാണ് പുതിയൊരു പ്ലാന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരെ തിരിച്ച് നമ്മൾ ജിഞ്ചറിലേക്ക്, ഇഞ്ചിയിലേക്ക് പോകുന്ന സമയത്ത് റൈസോം എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ട് ഭൂകാണ്ഡമാണ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുന്നത്. ഇനി നമ്മുടെ പൊട്ടാറ്റോന്റെ കേസിൽ നോക്കുന്ന സമയത്ത് പൊട്ടാറ്റോ ട്യൂബർ എന്നാണ് വിളിക്കുക, നമ്മൾ കിഴങ്ങ് എന്നാണ് വിളിക്കുക. സോ ഉരുളക്കിഴങ്ങ് നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് അല്ലെങ്കിൽ ഭൂകാണ്ഡമാണ് എന്ത്? പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുന്നത്. ഇനി നമുക്ക് ഇലമുളച്ചി അല്ലെങ്കിൽ ബ്രയോഫില എന്ന് പറയുന്ന ഒരു പ്ലാന്റിലേക്ക് നോക്കുന്ന സമയത്ത് ഇലയിൽ എന്താ കാണാൻ പറ്റും? ഓരോ മാർജിൻസിലും ഓരോ ഏരിയ ഉണ്ടാവും, അത് പുതിയ പ്ലാന്റ് ആയിട്ട് മാറുന്നു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഉള്ളി അല്ലെ, സവാള അല്ലെങ്കിൽ നമ്മൾ ഓണിയൻ നോക്കുന്ന സമയത്ത് ഓണിയനിൽ എന്താണ്? അതിനകത്തുള്ള ആ ലീവ്സും കാര്യങ്ങളും അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഭൂകാണ്ഡമാണ് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുന്നത്. ഇനി റണ്ണർ ഓക്സാലിസ് എന്ന് പറയുന്ന പ്ലാന്റിലാണെങ്കിൽ അതിന്റെ സ്റ്റെമ്മിൽ നിന്ന് റൂട്ട് ഉണ്ടായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ മിന്റ്, നമ്മളെ ഈ ഒരു പുതിനയില അല്ലെ, പുതിനയില അല്ലെങ്കിൽ പുതിനയുടെ ചെടിയിൽ നമുക്ക് സക്കർ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് കാണാൻ പറ്റുക. അതിൽ നിന്നും എന്താണ്? സ്റ്റെമ്മിൽ നിന്നാണ് പുതുതായിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ടാവുന്നത്. ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? നിങ്ങൾ മേ ബി പഠിച്ചിട്ടുണ്ടാവില്ല. ഇത് രണ്ടും നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു കാര്യം ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മതി. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഗിവൺ ബിലോ. അതായത് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ന്യൂ പ്ലാന്റ് ഈസ് ഫോംഡ് ഇൻ സീഡ്സ് ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് കായിക പ്രജനനത്തിൽ വിത്തിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു. അതായത് കായിക പ്രജനനം നടന്നു കഴിഞ്ഞാൽ വിത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. വിത്താണോ ഉണ്ടാവുന്നത്? സ്റ്റെമ്മിൽ നിന്നോ റൂട്ടിൽ നിന്നോ വേരിൽ നിന്നോ തണ്ടിൽ നിന്നോ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഭൂകാണ്ഡത്തിൽ നിന്നൊക്കെ പുതിയൊരു പ്ലാന്റ് ഉണ്ടാവുന്നതിനാണ് നമ്മൾ കായിക പ്രജനനം എന്ന് വിളിക്കുന്നത്. സോ ഇതെന്താണ്? റോങ് ആണ്. സീഡ് അതിൽ ഉണ്ടാവുന്നുണ്ട്. സീഡ് എവിടെയാണ് ഉണ്ടാവുന്നത്? ലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് ഉണ്ടാവുന്നത്. എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ് ഫ്രം ദ സ്റ്റെം ആൻഡ് ലീവ്സ്. അതായത് തണ്ട്, ഇല എന്നിവയിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം എന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല, ശരിയല്ല. അതിനെ നമ്മൾ കായിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ് വിളിക്കുക. സോ ഇത് റോങ് ആണ്. ഇനി എ ന്യൂ പ്ലാന്റ് ഈസ് ഫോംഡ് ഇൻ മുരിങ്ങ ഓൺലി ഫോർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് മുരിങ്ങയിൽ കായിക പ്രജനനം വഴി മാത്രമാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതെന്നാണ്. മുരിങ്ങ എന്ന് പറയുന്നത് മുരിങ്ങ ചെടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതിന് വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാനും പറ്റും. അതുപോലെ തന്നെ സ്റ്റെം കട്ടിങ്സ്, അതായത് അതിന്റെ സ്റ്റെം, അതായത് അതിന്റെ തണ്ടുകൾ നമ്മൾ കട്ട് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി പുതിയ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഗ്രോ ചെയ്യിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈസിലി പറയാൻ പറ്റും മുരിങ്ങയിൽ ഓൺലി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അതായത് സ്റ്റെം കട്ടിങ് മാത്രമേ മുരിങ്ങയിൽ നടക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. കായിക പ്രജനനം മാത്രമേ നമുക്ക് അതിൽ ത്രൂ മാത്രമേ നമുക്ക് മുരിങ്ങയെ വളരുള്ളൂ എന്ന് പറയുന്നത്. അത് റോങ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷനും അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ മുരിങ്ങ എന്ന് പറയുന്ന പ്ലാന്റിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്നുണ്ട്. അതായത് ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നുണ്ട്, കായിക പ്രജനനം നടക്കുന്നുണ്ട് എന്ന് എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. സോ ഓപ്ഷൻ സിയും റോങ് ആണ്. ഇതൊക്കെ നോക്കാം. ന്യൂ സാപ്ലിംഗ്സ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം, പീ അല്ല കേട്ടോ, ലീഫ് ആണ്. ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. ഈസി ആണ് അല്ലെ. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ബിലോ വിച്ച് ഈസ് നോട്ട് ഓർഗാനിക് ഫെർട്ടിലൈസർ. അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജൈവ കീടനാശിനി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജൈവ കീടനാശിനി അല്ലാത്ത
അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ജൈവ കീടനാശിനി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ജീവികളുമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ലൈഫിനോട് ബന്ധിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കാം, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. അതായത് മണ്ണിന് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാക്കാത്ത കാര്യങ്ങളെയാണ് നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് വിളിക്കാം. സോ നമുക്ക് നോക്കാം, ടുബാക്കോ ഡിക്കോക്ഷൻ, പുകയില കഷായം നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ടുബാക്കോ ഡിക്കോക്ഷൻ അല്ലെങ്കിൽ പുകയില കഷായം നമ്മൾ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക കേട്ടോ. പെസ്റ്റിനെ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഉപയോഗിക്കുക. സോ കീടനാശിനിയാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ജൈവ കീടനാശിനി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇത് ജൈവ കീടനാശിനിയാണ്. സോ ഇത് നമ്മളെ ആൻസർ ആയിട്ട് വരില്ല. പുകയില കഷായം ജൈവ കീടനാശിനിയാണ്. നമുക്ക് നോക്കാം, നീം ഓയിൽ ഇമൽഷൻ, അതായത് വേപ്പെണ്ണ ഇമൽഷൻ. വേപ്പെണ്ണ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അല്ലെങ്കിൽ ബയോ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ബയോ പെസ്റ്റിസൈഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിക് ഫെർട്ടിലൈസർ അല്ല, പെസ്റ്റിസൈഡ് ആണോ, സോറി പെസ്റ്റിസൈഡ് ആണ് ആൻസർ. ഓക്കെ, ഓർഗാനിക് പെസ്റ്റിസൈഡിന് അല്ലെങ്കിൽ ബയോ പെസ്റ്റിസൈഡിന് ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചത് കേട്ടോ. ഫെർട്ടിലൈസർ എന്നാണ് നമ്മൾ ക്വസ്റ്റ്യനിലുള്ളത്, മിസ്റ്റേക്ക് ആണ്. അപ്പൊ നീം ഓയിൽ ഇമൽഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പെസ്റ്റിസൈഡ് ആണ് അല്ലെങ്കിൽ കീടനാശിനിയാണ്, ബയോ അല്ലെങ്കിൽ ജൈവ കീടനാശിനിയാണ്. സോ അത് റോങ് ആണ്. ഗാർലിക് കാന്താരി ചില്ലി മിക്സർ, അതായത് വെളുത്തുള്ളി കാന്താരി മിശ്രിതം എന്താണ്, ജൈവ കീടനാശിനിയാണ്. സോ ഓർഗാനിക് പെസ്റ്റിസൈഡ് ആയതുകൊണ്ട് നമുക്ക് ഈസിലി പറയാൻ പറ്റും, അത് റോങ് ആണ്. ഇനി എൻഡോസൾഫാൻ എന്ന് പറയുന്നത് എന്താണ്, കെമിക്കൽ ഫെർട്ടിലൈസർ ആണ് അല്ലെങ്കിൽ കെമിക്കൽ പെസ്റ്റിസൈഡ് ആണ് കേട്ടോ. ഫെർട്ടിലൈസർ അല്ല, കെമിക്കൽ പെസ്റ്റിസൈഡ്, കീടനാശിനിയാണ് കേട്ടോ. കെമിക്കൽ പെസ്റ്റിസൈഡ് ആണ് അല്ലെങ്കിൽ രാസ കീടനാശിനിയാണ് കേട്ടോ. കീടനാശിനിയാണ്, രാസ കീടനാശിനിയാണ് നമ്മളെ ഈ ഒരു ആള് വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനിലോ എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരാളാണ് എന്താ ജൈവ കീടനാശിനി അല്ലാതെ വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഓർഗാനിക് പെസ്റ്റിസൈഡ് അല്ലാതെ വരുന്നത് ഓപ്ഷൻ ഡി മാത്രമാണ്, എൻഡോസൾഫാൻ ആണ്. സോ എൻഡോസൾഫാൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് എൻഡോസൾഫാൻ ദുരന്ത ബാധിതരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ആ കാസർഗോഡിൽ എൻഡോസൾഫാൻ്റെ ആ ഒരു ട്രാജഡി നടന്നിട്ടുള്ളത് എൻഡോസൾഫാൻ ഹെലികോപ്റ്റർ ത്രൂ എന്ത് ചെയ്തു, ഈ ഒരു കാര്യം എന്ത് ചെയ്തു, നമ്മൾ സ്പ്രേ ചെയ്തു. അപ്പം അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഒരുപാട് കുട്ടികൾ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നും കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രദേശത്ത് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള തലയൊക്കെ കൂടുതലായിട്ട് ഗ്രോ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ അതെന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. വിച്ച് ഈസ് ദ മെത്തഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് by artificially pollinating two plants by which have different qualities and belongs to the same species from the seeds, thus produce those with superior quality are collected. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം എന്ന് വിളിക്കുക. അതായത് രണ്ട് പ്ലാന്റ്സ് ഉണ്ട്, ഒരേ സ്പീഷീസ് ആണ്, ഇത് ചെമ്പരത്തി ആണെങ്കിൽ ഇത് ചെമ്പരത്തിയാണ്, അല്ലെങ്കിൽ ഇത് തെങ്ങാണെങ്കിൽ മറ്റൊന്നും തെങ്ങായിരിക്കും. രണ്ടും രണ്ട് ഇനങ്ങളായിരിക്കും, രണ്ടും രണ്ട് വെറൈറ്റി ആയിരിക്കും, 2 വെറൈറ്റി ആയിരിക്കും, ഡിഫറെന്റ് വെറൈറ്റി ആയിരിക്കും. അത് രണ്ടും നമ്മൾ ക്രോസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ക്വാളിറ്റി ഉള്ള പ്ലാന്റ് ആക്കി ആർട്ടിഫിഷ്യലി പോളിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൃത്രിമ പരാഗണം നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം എന്ന് വിളിക്കുന്നത്. അത് നടന്നു കഴിഞ്ഞാലാണ് നമ്മൾ സങ്കരയിനം വിത്തുകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെ. സോ അതെന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ്, ടിഷ്യൂ കൾച്ചർ, അതായത് പതിവെക്കൽ, ഗ്രാഫ്റ്റിംഗ്, ടിഷ്യൂ കൾച്ചർ എന്നൊക്കെ പറയുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, അലൈംഗിക പ്രത്യുൽപാദനത്തിന്റെ ഉദാഹരണങ്ങളായിട്ടാണ് വരുന്നത്. പതിവെക്കലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും, ലെയറിംഗിലാണെങ്കിൽ നമ്മൾ റൂട്ട്സ് ഗ്രോ ചെയ്യില്ല, റൂട്ട്സ് ഗ്രോ ചെയ്യിക്കുന്നതാണ് നമ്മുടെ സ്റ്റെമ്മിൽ റൂട്ട് ഗ്രോ ചെയ്യിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, പതിവെക്കൽ അല്ലെങ്കിൽ ലെയറിംഗ് എന്ന് വിളിക്കുക. ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യും, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാണ് ചെയ്യുക അല്ലെ. ഒരു സൈണും ഒരു സ്റ്റോക്കും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് പുതിയൊരു പ്ലാന്റ് ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ മൂവാണ്ടനും നീലനും ഒക്കെ നമ്മൾ എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ ആണെങ്കിൽ ഒരു സിംഗിൾ സെല്ല് വെച്ചിട്ട്, ഒരു ഒറ്റ കോശം, ഒരു സെല്ല് ഉപയോഗിച്ചിട്ട് വോൾ പ്ലാന്റിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു മുഴുവനായിട്ടുള്ള ചെടീനെ നമുക്ക് ഒരു കോശം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ലബോറട്ടറിയിൽ ഒരുപാട് തൈകളെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ടിഷ്യൂ കൾച്ചറും കൂടി എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരുപാട് അഗ്രികൾച്ചർ റിസർച്ച് സെന്റേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടിഷ്യൂ കൾച്ചേഴ്സ് നോർമലി ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കാം, ഈ ഒരു വർഗസങ്കരണത്തിന്റെ മെത്തേഡാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആന്തർ അല്ലെ, അതിന്റെ
ഭാഗം എന്ത് ചെയ്യും, നമ്മൾ കേസരപൂട് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ അതിൽ നിന്ന് നമ്മൾ ആന്തേഴ്സ് എന്ത് ചെയ്യും, നമ്മൾ അതിന്റെ ആന്തേഴ്സ് നമ്മൾ ആ ഒരു ഭാഗത്തിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ സ്റ്റിഗ്മയിലേക്ക് എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള പോളൻ ഗ്രെയിൻസിൽ അല്ലെ നമ്മൾ പൂമ്പൊടികളെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് വിളിക്കുക അല്ലെ. ആർട്ടിഫിഷ്യൽ പോളിനേഷനിലൂടെ സീഡ് പ്രൊഡ്യൂസ് ചെയ്ത് പുതിയൊരു വെറൈറ്റീനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗ്ഗസങ്കരണം എന്ന് വിളിക്കുന്നത്. സോ അത് എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമുക്ക് നോക്കാം. സെൻട്രൽ ട്യൂബേഴ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റുവേറ്റഡ് ഇൻ സെൻട്രൽ ട്യൂബേഴ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്ന CTCRI ആണ്. CTCRI സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ്. സോ ശ്രീകാര്യം എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ ഓപ്ഷൻ ഡി ശ്രീകാര്യം എന്ന് പറയുന്നതായിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സോ അതെന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊന്ന് നിങ്ങൾ നോക്കി വെക്കാം. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി KAU, അതായത് കേരള കാർഷിക സർവകലാശാല ഉള്ളത് മണ്ണുത്തി തൃശ്ശൂരാണ്. മണ്ണുത്തിയാണ് ആക്ച്വലി പറയുന്നത്, പക്ഷേ മണ്ണുത്തി അല്ല ശരിക്കും ഉള്ളത്. നമുക്ക് മണ്ണുത്തിയുടെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. മണ്ണുത്തിയുടെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി സെൻട്രൽ ട്യൂബേഴ്സ് ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CTCRI ഉള്ളത് എവിടെയാണ്, കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ഉള്ളത് ശ്രീകാര്യം തിരുവനന്തപുരത്താണെന്ന് എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച്, അതായത് IISR, അതായത് നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഗവേഷണ കേന്ദ്രം ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് വെള്ളിമാട് കുന്നാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. ദെൻ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ RRII, റബ്ബറിനെ കുറിച്ചുള്ള റബ്ബർ ഗവേഷണ കേന്ദ്രം ഉള്ളത് കോട്ടയത്താണ്. അതെന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPCRI, അതായത് തോട്ടവിളകളെ കുറിച്ച്, അതായത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഉള്ളത് കാസർഗോഡാണ് സ്ഥിതി ചെയ്യുന്നത്. എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. റീജിയൻ റിസർച്ച് സെന്റേഴ്സ് ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്റെ റീജിയണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സെന്റേഴ്സ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളെ, ഡിഫറെന്റ് ആയിട്ടുള്ള ജില്ലകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതാണ് ഇവിടെ ലാസ്റ്റ് കൊടുത്തുള്ളത് കേട്ടോ. അതെന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ദെൻ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. വിച്ച് ഇസ് ദ ഓഡ് വൺ ഇൻ ദ മെത്തഡ് ഓഫ് പ്രൊപ്പഗേഷൻ, അതായത് പ്രജനന രീതിയെ കുറിച്ച് കൂട്ടത്തിൽ പെടാത്തത് ഇത്. അതാ പ്രജനന രീതിക്ക് അനുസരിച്ച് കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ടർമറിക് കൊടുത്തിട്ടുണ്ട്, മഞ്ഞള്, ചേന, യാം കൊടുത്തിട്ടുണ്ട്, ജിഞ്ചർ, ഇഞ്ചി കൊടുത്തിട്ടുണ്ട്, ഷുഗർ കെയിൻ, കരിമ്പ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ് പ്രത്യുൽപാദനം നടത്തണമെന്ന് എന്ത് ചെയ്യും നമ്മൾ മനസ്സിലാക്കണം. ഇഞ്ചി ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഭൂകാടം അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ത് ചെയ്യും നമ്മൾ കുഴിച്ചിട്ടിട്ട് അതാണ് എന്ത് ചെയ്യുന്നത് പുതിയതായിട്ടുള്ള പ്ലാന്റ് ആയിട്ട് മാറുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ യാം അല്ലെ, നമുക്ക് ചേന നോക്കുകയാണെങ്കിലും ചേനയും നമ്മൾ എന്താണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് പുതിയതായിട്ടുള്ള ഒരു പ്ലാന്റ് ആയിട്ട് മാറുന്നത്. ഇനി നമ്മൾ നേരെ തിരിച്ച് നമ്മൾ എന്താണ് ടർമറിക് ആണ് അടുത്തൊരു ഓപ്ഷൻ കൊടുത്തില്ല അല്ലെ. ജിഞ്ചറും ടർമറിക്കും ചേനയൊക്കെ എന്താണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്. ഇവരുടെ മൂന്ന് പേരുടെയും അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് ആക്ച്വലി, അതായത് ഭൂകാണ്ഡമാണ് എന്ത് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുന്നത്. എന്നാൽ ഷുഗർ കെയിൻ അങ്ങനെയല്ല. ഷുഗർ കെയിനിന്റെ ഓരോ സ്റ്റെമ്മിന്റെയും ഓരോ പാർട്ട് നമ്മൾ കട്ട് ചെയ്താണ് എന്ത് ചെയ്യുന്നത് പുതിയതായിട്ട് കുഴിച്ചിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്റ്റെം കട്ടിങ്സ് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സ്റ്റെം കട്ട് ചെയ്തിട്ട്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു തണ്ടുകൾ കട്ട് ചെയ്തിട്ടാണ്, സ്റ്റെം കട്ടിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മൾ കരിമ്പിൽ അല്ലെങ്കിൽ ഷുഗർ കെയിനിൽ ചെയ്യുന്നത്. അത് എന്ത് ചെയ്യുന്നു നമ്മൾ ഓരോ കഷ്ണങ്ങളായിട്ട് തിരിച്ചിട്ട് എന്ത് ചെയ്യുന്നു നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റും. ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മൾ തിരിച്ചെന്ത് ചെയ്യും നമ്മൾ കുഴിച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പ്ലാന്റിനെ എന്ത് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സ്റ്റെം കട്ടിങ്സ് ആണ്, സ്റ്റെം കട്ടിംഗ് ആണ് വരുന്നത്. ബാക്കി മൂന്ന് പേരും എന്താണ് നമ്മൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെം അല്ലെങ്കിൽ ഭൂകാണ്ഡമാണ് എന്ത് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും അവിടെ റൈറ്റ് ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ ഡി കരിമ്പാണ്. ഓപ്ഷൻ ഡി ഷുഗർ കെയിൻ ഇസ് ദ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ അത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ പെക്യുലാരിറ്റി ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ലേറിംഗ്. പതി വെച്ചുണ്ടാക്കുന്ന സസ്യങ്ങളുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പതിവെക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്റ്റെമ്മിൽ എന്ത് ചെയ്യുന്നു, സ്റ്റെമ്മ് നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ പുറംതൊലിയൊക്കെ കട്ട് ചെയ്യുന്നു അല്ലെ, ബാർക്ക് എന്ന് പറയുന്ന പാർട്ട് കട്ട് ചെയ്യുന്നു. ആ സ്റ്റെമ്മിന്റെ നമ്മൾ ആ കാണ്ഡത്തിൽ എന്ത് ചെയ്യുന്നു നമ്മൾ ഒരു ചാണകവും അതുപോലെ തന്നെ ചകിരിയും അല്ലെ കോക്പീറ്റും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു നമ്മൾ
നമ്മൾ കോക്കോപീറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ആഡ് ചെയ്തിട്ട് കൊയറും ചകിരിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചാണകവും എല്ലാം മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു കൗഡങ് എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു റാപ്പ് ചെയ്ത് വെക്കുന്നു. റാപ്പ് ചെയ്ത് വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ റൂട്ട് ഗ്രോ ചെയ്യുന്ന കാണാൻ പറ്റൂല. അത് നമ്മൾ എയർ ലെയറിങ് അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിലുള്ള പതിവെക്കൽ എന്നാണ് പറയാ. ഇനി നമുക്ക് നാഗപതിവെക്കലുണ്ട്. നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് മണ്ണിൽ എന്ത് ചെയ്യുന്നു മണ്ണിൽ നമ്മൾ വേര് ഉത്പാദിപ്പിക്കുന്നതിനാണ് നമ്മൾ നാഗപതിവെക്കൽ അല്ലെങ്കിൽ സർപ്പന്റൈൽ ലെയറിംഗ് എന്ന് വിളിക്കുക. സോ അങ്ങനെയുള്ള 2 തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അപ്പം ആ പതിവെക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഉണ്ടാക്കാൻ പറ്റും. അതായത് വേഗത്തിൽ തന്നെ പൂക്കുകയും അതുപോലെ തന്നെ കായ്ക്കുകയും ചെയ്യും അവര്. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പതിവെച്ചുണ്ടാക്കുന്ന സസ്യങ്ങളുടെ സവിശേഷതകൾ പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് പെടുന്നതാണ്. സോ ഇത് നമ്മുടെ ഓപ്ഷൻ അല്ല. നമുക്ക് നോക്കാം പ്രസൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം. അതായത് തായ് വേര് പടലം ഉണ്ടായിരിക്കും. അവർക്ക് തായ് വേര് പടലം എന്ന് പറഞ്ഞാൽ എന്താ? തായ് വേര് പടലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മേ ബി പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ. തായ് വേര് പടലം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിംഗിൾ റൂട്ട് ഉണ്ടാവും. ഒരു സിംഗിൾ റൂട്ട് ഉണ്ടാവും. അതിനെയാണ് ടാപ്പ് റൂട്ട് എന്ന് വിളിക്കുക. അതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് വിളിക്കുക. ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ നിന്ന് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഒരുപാട് റൂട്ടുകൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സോ ആ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ലെയറിങ്ങിൽ പതിവെക്കലിൽ നിങ്ങൾക്ക് ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ല കാണാൻ പറ്റുക. 4 വേര് പടലം അല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ് നിങ്ങൾക്ക് ആക്ച്വലി പതിവെക്കൽ അല്ലെങ്കിൽ ലെയറിങ്ങിൽ കാണാൻ പറ്റുക. സോ പ്രസൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ തായ് വേര് പടലം ഉണ്ടായിരിക്കും എന്ന് പറയുന്നതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. ഇനി പൊസസ് ദ ക്വാളിറ്റി ഓഫ് മദർ പ്ലാന്റ്, അതായത് മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും. അത് ലെയറിങ് ചെയ്താലും ബഡ്ഡിങ് ചെയ്താലും ഗ്രാഫ്റ്റിംഗ് ചെയ്താലും ഒക്കെ മദർ പ്ലാന്റ് ഏതാണോ അതിന്റെ ക്വാളിറ്റി എന്തുണ്ടാവും അതിനുണ്ടാവും. ഇനി അതുപോലെ തന്നെ സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ, അതായത് ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. അതും ശരിയാണ്. എത്രയും പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ലെയറിങ്ങിലൂടെ ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ ലെയറിങ്ങിലൂടെ ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഫാസ്റ്റർ ആയിട്ട് നടക്കുന്ന ഗ്രേറ്റർ നമ്മൾ നഴ്ച്ചറിങ്, അതായത് നന്നായിട്ട് നമ്മൾ നനയ്ക്കേണ്ട ഒരു ചെടി കൂടി ആയിട്ട് മാറും നമ്മൾ ലെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. സോ അതെന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണാൻ പറ്റും. സോ ഈ ഒരു പിക്ചറിൽ നമ്മുടെ എയർ ലെയറിംഗ് ആണ് കേട്ടോ. അത് സാധാരണഗതിയിലുള്ള പതിവെക്കലാണ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളൂ. ഒരുപാട് കണ്ടന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരുപാട് കണ്ടന്റ്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരുപാട് വീഡിയോസ് ഇനി തുടർന്ന് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ XNYയുടെ ലേണിംഗ് കമ്മ്യൂണിറ്റി പാർട്ടായിട്ടില്ലെങ്കിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ പാർട്ടായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക XNY ലേണിംഗിന്റെ ഫൗണ്ടേഷന്റെ ഈ ഒരു നിങ്ങൾ ഈ ഒരു USS കമ്മ്യൂണിറ്റിന്റെ പാർട്ടാവാ. അതിന് ഉള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പിൻഡ് ആയിട്ടൊക്കെ കാണാൻ പറ്റും. അതെന്ത് ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും കയറുക. അതുപോലെ തന്നെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ത്രൂ കിട്ടുന്നതായിരിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.